ലേ അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, സുന്നത്ത് നോമ്പ് എടുക്കുകയാണെങ്കിൽ പോലും ഭർത്താവിനോട് അനുവാദം വാങ്ങണം. ലോകത്ത് പടച്ച റബ്ബിന് പുറമെ ലാ യസ്ലഹ് ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ റബ്ബ് കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളോട് നിങ്ങളെ ഭർത്താവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്രക്ക് സ്ഥാനുണ്ട്. ഓരോ ആണിന്റെ നെഞ്ചിന്റെ സങ്കടം അറിയണം, ചേർത്ത് നിർത്തണം. ഉള്ളത് മതിക്ക, ഉള്ളതിനനുസരിച്ച് ജീവിക്കാന്ന് പറയണം. എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയതിന് പരാതിയും കുറ്റപ്പെടുത്തലും നടത്തരുത്. ദീനീപരമായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും മൂപ്പർക്ക് ഇച്ചിരി ദീന് കൂടുതലാ എന്ന് കളിയാക്കരുത്. കുടുംബക്കാരുടെ പരിഹസിക്കരുത്. അയാളെ ഇഷ്ടങ്ങൾ അറിയണം, ചെറിയ ചെറിയ മോഹങ്ങൾ അറിയണം. ആ മോഹങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഒരു പെണ്ണുണ്ടാക്കേണ്ട ഏറ്റവും വലിയ സ്ഥാനം ആ ഭർത്താവിന്റെ മനസ്സിലുള്ള സ്ഥാന. അത് നേടിയിട്ട് അമ്മാരെങ്ങൾക്ക് മരിക്കാൻ പറ്റുന്നതെങ്കിൽ, നാട്ടിൽ നിങ്ങൾ ഏത് ഖുർആൻ ക്ലാസ് പോയില്ലെങ്കിലും പടച്ചോൻ സ്വർഗത്തിന്റെ 8 വാതിലുങ്ങൾക്ക് തുറന്നിരുന്ന, അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മളെ ഉമ്മ ഖദീജ ബീവിനെ തന്നെയാ, അല്ലേ? ഖദീജ റളിയല്ലാഹു തആല അൻഹാനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസാനത്തെ നിമിഷം പോലും റസൂലുള്ള യാത്രയാക്കുന്ന ഒരു രംഗണ്ട്. ഖദീജ ബീവി മരിച്ചു എന്നറിഞ്ഞപ്പം അന്നുവരെ വാവിട്ട് കരയാത്ത പ്രവാചകൻ 2 അണപ്പല്ല് പുറത്ത് കാണുമാറ് കരയാൻ തുടങ്ങി. സഹാബാക്കൾ എങ്ങനെയൊക്കെയോ റസൂലുള്ളാനെ ആശ്വസിപ്പിച്ച് ഖദീജ ബീവിന്റെ മയ്യത്തെടുത്ത് കബറിന്റെ അരികിലെത്തി. ആ കബറിന്റെ അരികിലിരുന്ന് കരയുന്ന റസൂലുള്ളാനെ ചൂണ്ടി സഹാബത്ത് ചോദിച്ചു, നബിയേ, നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടായിരുന്നോ നിങ്ങളെ ഖദീജാനെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സങ്കടത്തോടെ പറഞ്ഞു, ആകാശം പടച്ചോൻ തരാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഖദീജാനെ തിരിച്ചു ചോദിക്കും. എനിക്ക് അത്രക്ക് ഇഷ്ടം എന്റെ ഖദീജ. എന്തുകൊണ്ടാണെന്നറിയോ ഉമ്മാരെ?